നമസ്കാരം. ആനന്ദ് ടി വിയിലെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ അടുത്ത സമയത്ത് മാഞ്ചസ്റ്ററിൽ വന്നപ്പോൾ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു. അത് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഇത് ഓൺ ചെയ്യുന്നത് ഒരു മലയാളിയാണ്. അത് അപ്പോഴാണ് അറിയുന്നത്. അത് കൂടാതെ അദ്ദേഹത്തിന് ധാരാളം ഹോട്ടൽസ് UK-യുടെ പല ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം, ഞാൻ 40 വർഷമായിട്ട് ഇവിടെ വന്നതിന് ശേഷം കാണുന്നത് നമ്മുടെ സമൂഹം എങ്ങനെ വളരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം തേടിപ്പിടിച്ച് ഇതിൻ്റെ ഓണറെ കണ്ടുപിടിച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ഇതൊരു മറ്റ് നമ്മുടെ സമൂഹത്തിലുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ സുഹൃത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അനൂപ് സബാൻ, നമസ്കാരം. നമ്മൾ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ ആദ്യം വന്ന് ഈ ഹോട്ടലിൽ വന്ന് താമസിച്ചപ്പോൾ ഇതൊരു മലയാളിയുടെ അറിഞ്ഞിട്ടൊന്നുമല്ല ബുക്ക് ചെയ്ത് വന്ന് താമസിച്ചു. അപ്പൊ ഇതിന് നല്ല നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് ഇതിന്റെ ഈ ഇന്റർവ്യൂവിന്റെ തുടക്കം തന്നെയാണ്. അതെ, അന്ന് വന്നപ്പോ ഒരു പ്രോഗ്രാം കാണാൻ വന്നപ്പോ തലേ ദിവസം ഇവിടെ വന്ന് താമസിച്ചപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാവുന്നത്. അപ്പോ എനിക്കും സർപ്രൈസ് ആയിരുന്നു. ഞാനും വളരെ വർഷങ്ങളായിട്ടൂടെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് സിനിമയെ പറ്റി. ഞാൻ ടിക്കറ്റ് ടൂർ ആൻഡ് ട്രാവൽസ് ഉണ്ടായിരുന്ന ഞാൻ ടിക്കറ്റ് കിട്ടുന്ന വ്യക്തിയാണ് അവിടെ 10-20 വർഷം മുമ്പ്. ഓക്കെ, ഏതായാലും ഇങ്ങനെ കണ്ടുപിടിച്ച് എനിക്ക് താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞത്, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സജ്ജമാക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ ഈ 40 വർഷമോ 45 വർഷമോ ബാക്കിലേക്ക് നോക്കുമ്പോൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല പല മേഖലകളിൽ നമ്മുടെ മലയാളി സാന്നിധ്യം ഇപ്പൊ പാർലമെന്റിൽ വരെ എത്തിയിരിക്കുകയാണ്, അല്ലേ? അപ്പൊ ഇത് മറ്റ് മലയാളി കൂട്ടായ്മകൾക്കും മലയാളി സുഹൃത്തുക്കൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വന്നത്? ഞാൻ മലപ്പുറം ജില്ലയിലെ പെരുന്തൽമണ്ണയിൽ നടന്നത്. ഞാൻ 2001 പഠിക്കാൻ വേണ്ടി വന്നതാണ് ലണ്ടനില്. അപ്പോ ഹോട്ടലില് ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. 8 മണിക്കൂർ ജോലിയാണെങ്കിൽ കൂടി ഞാൻ 12-14 മണിക്കൂറൊക്കെ ഓരോ ദിവസവും ചെലവഴിച്ചിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ, ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ പോലെയാണ്. അനവധി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് റിസപ്ഷൻ ആണെങ്കിൽ കൂടിയും ബാക്കി ഫുഡ് ആൻഡ് ബെവറേജ്, ഹൗസ് കീപ്പിംഗ്, പിന്നെ മെയിൻ്റനൻസ്, പിന്നെ റിസർവേഷൻസ്, അതിലൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയാണ് ഹോട്ടലിന്റെ A to Z കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ നൈറ്റ് സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്ത ടൈം 2001. 2004 ആയപ്പോഴേക്കും ഞാൻ അവിടുത്തെ സീനിയർ മാനേജറായി. കാരണം എല്ലാം ഞാൻ സ്വയം പഠിച്ചായിരുന്നു. ആരും അത് ട്രെയിൻ ചെയ്തതല്ല. നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം ഇരുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കാന്നുള്ളതാണ് അതിൻ്റെ ഇതാണ് ഇതിൽ ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്താലും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ മേഖലയും പഠിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ 8 മണിക്കൂർ ജോലിയാണെന്ന് വെച്ചാൽ 8 മണിക്കൂർ ജോലി കഴിഞ്ഞു നമ്മൾ പോകണം, വീണ്ടും അടുത്ത 8 മണിക്കൂർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് 8 മണിക്കൂറേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മള് ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബോറടിക്കും. നമ്മൾ പിന്നെ ഒന്നും പഠിക്കാനില്ലാത്ത പോലെയാവും. നമ്മൾ തന്നെ സ്വയം സമയം കണ്ടെത്തി മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ സ്വയം പഠിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് മേഖലയും നമുക്ക് കൈയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ നമ്മളിപ്പോ ഇരിക്കുന്ന റാഡിസൺ ഹോട്ടലിലാണ്. ഇത് റാഡിസന്റെ ഒരു ഫ്രാഞ്ചൈസിയാണ്. അപ്പൊ എന്റെ എല്ലാ ഹോട്ടൽസും ബ്രാൻഡഡ് ആണ്. ഇത് റാഡിസൺ, പിന്നെ ചലപ്പനമ്മിലുള്ള നമുക്ക് റമാദയാണ്. പിന്നെ റമാദയുടെ തന്നെ വേറെ സബ് ബ്രാൻഡ്സ് ഉണ്ട്, ട്രേഡ് മാർക്ക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് മാഞ്ചസ്റ്ററിലുള്ളതും പിന്നെ കാർഡിഫിലുള്ളതും ഒക്കെ റമാദയുടെ ട്രേഡ് മാർക്ക് കളക്ഷനാണ്. ഇപ്പൊ എത്ര ഹോട്ടൽസ് ഉണ്ട്? ഇപ്പൊ 6 ഹോട്ടൽസ് നമുക്കുള്ളത്. നമുക്ക് 9 ഉണ്ടായിരുന്നു, 10 ഉണ്ടായിരുന്നു. അപ്പൊ ചിലതൊക്കെ ചെറിയ ഹോട്ടൽസ് ആയിരുന്നു. അപ്പോ വളരെ ദൂരം കൂടിയുള്ള ഹോട്ടൽസും പിന്നെ ചെറിയ ഹോട്ടൽസും ഒക്കെ നമ്മൾ
ഒഴിവാക്കി. അപ്പോൾ പ്രൈം ആൻഡ് കോർ ഹോട്ടൽസ് നമ്മൾ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. അത് 80+ ബെഡ്റൂംസ് ഉള്ള ഹോട്ടൽസ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതിന് താഴെയുള്ളതിന്റെ നമ്മുടെ എഫേർട്ട് ഇറ്റ്സ് നോട്ട് വർത്ത്. ഇത്രയും തന്നെയാണ്, പക്ഷേ അത്രയ്ക്കുള്ള വോളിയം ഇല്ല. അതാണ്. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ഹെഡ് ഓഫീസ് ടീമും സെൻട്രൽ ടീമും എല്ലാം ഷാറ്റേഡ് ആയിരിക്കും പല പല സ്ഥലത്തും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സെൻട്രൽ പ്ലേസിൽ കൊണ്ടുവരിക എന്നുള്ള ഇതിലാണ് നമ്മൾ നോർത്ത് വെസ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2001 ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചെടുത്ത് ചെയ്തു. ആദ്യം പാർട്ട് ടൈം ആയിട്ടായിരിക്കും ഒരു പക്ഷേ ജോലി കയറിയിട്ടുള്ളത്. അതെ, സത്യം. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് നമ്മൾ രാവിലെ യൂണിവേഴ്സിറ്റി പോകുന്നു. പിന്നെ ഒരു 4 മണി വരെ യൂണിവേഴ്സിറ്റിയിലായിരിക്കും. 4 മണി മുതൽ ഒരു 8 മണി വരെ കിടന്നുറങ്ങും. പിന്നെ വീണ്ടും ജോലിക്ക് പോകും. അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു. പക്ഷെ ആഴ്ചയിൽ 2 ദിവസം ഓഫ് കിട്ടുമ്പോഴും നമ്മൾ വേറെ ഇതിന് ഈ ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ഒരുപാട് കോഴ്സുകളും ജേർണൽസ് ഒക്കെ വായിക്കാൻ തുടങ്ങും. അന്നാണ് നമ്മുടെ ഇ-കൊമേഴ്സ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വരാൻ തുടങ്ങിയത്. കാരണം ചേട്ടൻ തന്നെ അറിയാം, ഒരുപാട് പേര് ചേട്ടന്റെ ഓഫീസിൽ വന്ന് ക്യൂ നിന്നിട്ടൊക്കെ ടിക്കറ്റ് എടുത്ത കാലങ്ങളുണ്ട്. ഞാനൊക്കെ ഒരുപാട് തവണ ഓഫീസിൽ വിളിച്ചിട്ട് ടിക്കറ്റ് അവൈലബിലിറ്റി നോക്കിയ ചരിത്രങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഓൺലൈനിലായിട്ടാണ് ടിക്കറ്റ്. അതേപോലെ ഹോട്ടൽസ് ഓൺലൈനിൽ ബുക്കബിൾ ആയിരുന്നത് ഈ 2001 കാലഘട്ടത്തിലാണ്. അപ്പൊ അതിലോട്ടാണ് ഞാൻ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ച്. അത് ഒരുപാട് പേര് അതിനെ പറ്റി അറിയില്ലായിരുന്നു. അപ്പൊ അതിലാണ് ഞാൻ എന്റെ എഫിഷ്യൻസി തെളിയിച്ചത്. ഞാൻ ഈ ഹോട്ടലിൽ വന്ന് താമസിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇപ്പൊ ഒരു മലയാളി നടത്തുന്നു എന്നുള്ളത് എനിക്ക് ആദ്യം തോന്നാതെ പോയത് തന്നെ. വന്നപ്പോൾ കണ്ടതെല്ലാം കസ്റ്റമേഴ്സ് എല്ലാം ഇംഗ്ലീഷുകാരാണ്. അതെ, അത് നമ്മുടെ നോർമലി ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ കൂടുതൽ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സോ ഒന്നുമല്ല നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഹോട്ടൽസിലാണെങ്കിലും ഗ്രിൽ ഹൗസും സ്റ്റേക്ക് ഹൗസും ഒക്കെയാണ്. ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഫറിങ്സ് നമ്മുടെ ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഒരു വെഡിങ് വെന്യൂ ഉണ്ട്. അവിടെ ഒരു ലാർജ് വെഡിങ് വെന്യൂ 700 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു വെന്യൂ ഈ റിസോർട്ടിൽ തന്നെ. അവിടെ ഏഷ്യൻ വെഡിങ്സ് നടക്കും. പക്ഷെ അതിലും കൂടുതലായിട്ട് നടക്കുന്നത് അവാർഡ് നൈറ്റ്സും ട്രേഡ് ഷോസും ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഇംഗ്ലീഷ് കസ്റ്റമേഴ്സ്. അവരുടെ വെഡിങ് അവരെ വെഡിങ് ആണ് താരം നടക്കാറുള്ളത്. ഏഷ്യൻ വെഡിങ്സ് ഇതുപോലെ ആരെങ്കിലുമൊക്കെ എൻക്വയറി വരും. കപ്പാസിറ്റി വേറെ എവിടെയും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരും. ഈവൻ ലണ്ടനിൽ നിന്നും ബർമിംഗ്ഹാമിൽ നിന്നും ഒക്കെ ഇവിടെ വന്ന് വെഡിങ് നടത്തിയവരുണ്ട്, ഡെസ്റ്റിനേഷൻ വെഡിങ്. പക്ഷെ ഒരിക്കലും നമ്മുടെ ഫോക്കസ് മലയാളീസ് അല്ലെങ്കിൽ ഏഷ്യൻസോ ആയിരുന്നില്ല. എങ്കിൽ കൂടി അത് വളരെ ഒരു വ്യത്യാസം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ ഇംഗ്ലീഷ് കസ്റ്റമേഴ്സിനെ പോലെ തന്നെ ഏഷ്യൻസും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻസ്, അതിലും കൂടുതൽ പറയുകയാണെങ്കിൽ മലയാളീസ് ഈ ഔട്ടിങ്ങിനും നൈറ്റ് ക്ലബിനും അതുപോലെ ഒരുപാട് പാർട്ടിയും എല്ലാ ആഴ്ചയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് കമ്പനീസ് നമ്മുടെ ക്രൂസ് പാർട്ടി ഒക്കെ നടത്തി ബ്രിഡ്ജ് ഒക്കെ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അപ്പോ അവർക്ക് വേണ്ടി അവരെ ഏഷ്യൻ കസ്റ്റമേഴ്സിന് വേണ്ടി ടാർഗറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഫെസിലിറ്റി നമ്മൾ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ അറിയാമല്ലോ, ആൻഡ് ട്രാവൽ 40 വർഷത്തിന് മുമ്പ് തുടങ്ങിയതാണ്. അപ്പൊ ഞങ്ങളും ഇതേ സ്ട്രാറ്റജി തന്നെയാണ് എടുത്തത്. ഇപ്പൊ മലയാളി കസ്റ്റമേഴ്സ് മാത്രമല്ലല്ലോ, നമുക്ക് UK മൊത്തം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ തരം ആൾക്കാരെയും കേറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം നമ്മൾ നോക്കി ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ സത്യത്തില് ഇപ്പൊ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞാൻ കാണുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കസ്റ്റമേഴ്സിന്റെ സ്പെൻഡിങ് നേച്ചർ കുറഞ്ഞു. അത് ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങും ബാക്കിയുള്ള പ്രശ്നമൊക്കെ കാരണമായിരിക്കും. പക്ഷേ ഏഷ്യൻ പ്രോഗ്രാംസ് എവറി ഡേ അല്ലെങ്കിൽ എവറി വീക്ക് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഈവൻ സ്റ്റേക്കേഷൻ പരിപാടി തന്നെ എല്ലാവരും ഡേ ട്രിപ്പ് നടത്തുന്നു. ലണ്ടൻ ടു കോട്സ്വോൾഡ്, ലണ്ടൻ ടു ഡിസ്ട്രിക്ട്.
അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് നമ്മുടെ ഇവിടെ കോട്ടേജസ് ഉണ്ട് ഒരുപാട്. നമ്മുടെ ഫാമിലീസ് പറഞ്ഞാൽ കുറച്ച് ലാർജ് ഫാമിലീസ് ആയിരിക്കും. അവർക്ക് താമസിക്കാൻ നല്ല സൗകര്യമുള്ള കോട്ടേജസ് ഉണ്ട് ഇവിടെ. 62 കോട്ടേജുകളുണ്ട്. ഈ കോട്ടേജസിൽ എത്ര പേർക്ക് താമസിക്കാൻ പറ്റുന്നത്? നമുക്കുള്ളത് 1 ബെഡ് കോട്ടേജും 2 ബെഡ് കോട്ടേജും. 1 ബെഡ് കോട്ടേജിൽ ഒരു ഫാമിലി ഓഫ് 4, 2 adults 2 children. പിന്നെ 2 ബെഡ് കോട്ടേജ് ആണെങ്കിൽ അത് 2 also bedrooms പ്ലസ് ഒരു ലോഞ്ച് ആണ് വരുന്നത്. 4 adults and 2 children അല്ലെങ്കിൽ 5 adults. അവർക്ക് സെൽഫ് കാറ്ററിംഗ് ആണത്. കിച്ചൺ അവർക്ക് കുക്ക് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് അവിടെ താമസിക്കാം. ഫുഡ് വേണമെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഫുഡ് നമ്മള് 24/7 ഇവിടെ ഫുഡ് ഉണ്ട്. പക്ഷെ ചിലർക്ക് നമ്മുടെ അവർക്ക് തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടാവുമല്ലോ, അതിനുള്ള കോട്ടേജ് ആണ്. അല്ലാത്തൊരു സാധാ നമ്മുടെ ഹോട്ടലിൽ തന്നെ 65 ബെഡ്റൂം വേറെ ഉണ്ട്, അവിടെ താമസിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പൊ ഞാൻ പോവുകയാണെങ്കിലും, ഞാൻ പുറത്തോട്ട് ഒരു വെക്കേഷന് ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്കിഷ്ടം ഒരു സെൽഫ് കാറ്ററിംഗ് അപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ കോട്ടേജിലോ നിൽക്കാനാണ്. കാരണം അതാകുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ചാടി ഓടി നടക്കാം, ബഹളം വെക്കാം, നല്ലൊരു ഫ്രീഡം ഉണ്ട്. ഒരു ഹോട്ടലിലെ ബെഡ്റൂമിൽ മാത്രം താമസിക്കുമ്പോൾ അതിനായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഞാൻ നമ്മളും പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, കുറച്ച് സ്പേഷ്യസ് ആണെങ്കിൽ എപ്പോഴും നമുക്കൊരു ഹോട്ടലിൽ താമസിക്കുന്ന നമുക്ക് തോന്നിയില്ല, ഒറ്റ റൂമിൽ താമസിക്കാൻ നമുക്ക് തോന്നില്ലല്ലോ. അപ്പൊ അതൊരു കുട്ടികൾക്കായിട്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അത് ഏറ്റവും നല്ലതാണ് ഈ കോട്ടേജ്. എത്ര കോട്ടേജസ് ഉണ്ട് ഇവിടെ? നമുക്ക് 29 1 ബെഡും 32 2 ബെഡ് കോട്ടേജ്. അത്രയും ഉണ്ട്. അത്രയും ആൾക്കാർക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഇപ്പൊ ഓൾറെഡി ഒരുപാട് അസോസിയേഷന്റെ വകയായിട്ടും ചർച്ചിന്റെ വകയായിട്ടും ഒരുപാട് ഗ്രൂപ്പ്സ് 3 നൈറ്റ് സ്റ്റേ ചെയ്യാനും പിന്നെ ഒക്കെ. അപ്പൊ 450 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. 450 ആൾക്കാർക്ക് കൂടെ താമസിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഏഷ്യൻ ഷെഫ്സ് ഉണ്ട്. അപ്പോ മലയാളി ഫുഡ്, കേരള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് പറ്റും. ഈവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഫ്രൈഡ് റൈസ്, ബിരിയാണി, അങ്ങനെ ഈവൻ പാൽക്കപ്പ, അങ്ങനെയൊക്കെ വഴി കഴിഞ്ഞ ചർച്ച് ഗ്രൂപ്പിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാം കൊണ്ടും നമുക്ക് കാറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ഇംഗ്ലീഷ് കോണ്ടിനെന്റൽ നോളജും ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ഫുഡും അവർ നോർമലി ഡേ ടു ഡേ അതാണ് ഉണ്ടാക്കുക. പക്ഷെ ഇതുപോലത്തെ ഗ്രൂപ്പുകൾ വരുമ്പോൾ അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കി. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഈ കോവിഡ് വന്ന സമയം എന്ന് പറയുന്നത് എല്ലാ ബിസിനസിനെയും ബാധിച്ചു. അത് ഒരുപക്ഷെ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയെ ധാരാളം ബാധിച്ചിട്ടുണ്ടാവും. വളരെയധികം ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലഘട്ടത്തിലാണ് എനിക്കൊന്ന് അതിനൊരു കാരണമുണ്ട്. അത് നമ്മള് മാഞ്ചസ്റ്ററിൽ അന്നൊരു ഒറ്റ ഹോട്ടൽ നമുക്കുണ്ടായിരുന്നുള്ളൂ, ഓൾഡ് ട്രാഫോർഡില്. നമ്മള് കംപ്ലീറ്റ് റീഫർബിഷ്മെന്റ് ഒക്കെ ചെയ്ത് റീബ്രാൻഡ് ചെയ്ത് നമ്മൾ ഫെബ്രുവരി 2020 റീഓപ്പൺ ചെയ്യാനുള്ള ടൈമിലായിരുന്നു കോവിഡ് വന്നത്. അപ്പോ നമ്മൾ റീഓപ്പൺ ചെയ്യലും പിറ്റേ ആഴ്ച ക്ലോസ് ചെയ്യലും ഒരുമിച്ചായി. അപ്പൊ എല്ലാം പണിവാളി എന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിലായിരുന്നു എനിക്കൊരു കോൾ വന്നത് അവിടുത്തെ ലോക്കൽ കൗൺസിലിൽ നിന്ന്. അവർ പറഞ്ഞു ഈ ഹോട്ടലിൽ നിന്ന് റീഓപ്പൺ ചെയ്യാൻ പറ്റുമോ, കാരണം അവർക്ക് ഡോക്ടേഴ്സിനെയും എസൻഷ്യൽ വർക്കേഴ്സിനെയും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാനാണ്. അങ്ങനെ അത് തുറക്കാൻ എനിക്ക് ഹാപ്പി ആണെങ്കിൽ കൂടിയും ആര് തുറക്കും? കാരണം സ്റ്റാഫ് വരില്ല, പേടിയുള്ള സമയമാണത്, ഫസ്റ്റ് വേവ് ആണത്. അപ്പൊ അതിന് ഞാൻ ശരിക്കും താങ്ക്സും ക്രെഡിറ്റും പറയുന്നത് എന്റെ ടീമിനെടുത്താണ്. കുറച്ച് ഈവൻ മലയാളി സ്റ്റുഡൻസ്, കുറെ മലയാളി സ്റ്റുഡൻസ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മലയാളി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് കഴിഞ്ഞ് എനിക്കൊരു മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ഹോട്ടലാണ്. കാരണം ഞാൻ വന്നത് അതുപോലെയാണ്. ആ പ്രോഗ്രാം വഴിയല്ല, പഠിക്കുന്ന ടൈമില് ഞാനൊരു സ്ഥലം കണ്ടെത്തി അവിടെ നിന്നെല്ലാം പഠിച്ചു എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് അതേപോലത്തെ ഒരു പ്രോഗ്രാം എന്റെ കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള ചിന്താഗതിയിലായിരുന്നു. മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടാക്കി. അപ്പൊ MBA കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് 1 വർഷത്തെ 2 വർഷത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടാവും. ആ ടൈമില് ഞാൻ റിക്രൂട്ട് ചെയ്ത് അവരെല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ ഇട്ട് ട്രെയിൻ ചെയ്യിച്ച് 1 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് പെർമനന്റ് പൊസിഷൻ കൊടുക്കണം വിത്ത് സ്പോൺസർഷിപ്പ്. അതായിരുന്നു അവിടുത്തെ പ്ലാൻ. അങ്ങനെ ഒരു 3-4 പേര് എനിക്ക് ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഒറ്റ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഈ 3-4 പേരും രംഗത്തോട്ട് വന്നു, ഞങ്ങള് വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. ഹൈ റിസ്ക് ഉള്ള ടൈം ആയിരുന്നു. ഇവരുടെ ഫാമിലിയും പാരന്റ്സും ഒക്കെ പറയണായിരുന്നു ഇവര് കസ്റ്റമേഴ്സ് ഇന്ററാക്ട് ചെയ്യാണെന്നുള്ളത്. പക്ഷെ നമ്മളെല്ലാ പ്രിക്കോഷൻസും കോവിഡിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ലെസ് ഇന്ററാക്ഷൻ, കോണ്ടാക്ട്ലെസ് ചെക്ക് ഇൻ എല്ലാം ഉള്ള രീതിയിൽ. പക്ഷെ ആ 4 പേര് മുന്നോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന്
ഒരൊറ്റ ഹോട്ടലായിട്ട് തന്നെ ഇരിക്കേണ്ടി വരുന്നുണ്ടാവും. കാരണം ആ ഹോട്ടലിൽ ആ ടൈമിൽ നമ്മൾ ഫുൾ ടൈം 1.5 വർഷ കാലം ഒരു എല്ലാ ഹോട്ടലും അടിച്ചിട്ട് ഇരുന്ന സമയത്ത് നമ്മുടെ ഹോട്ടലിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റി. 4 സ്റ്റാഫ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഒരുപക്ഷെ ആ പൈസ കൊണ്ടാണ് ഞാൻ അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് 3 ഹോട്ടൽസ് ഞാൻ പഠിക്കാൻ. അല്ല, ഇതിന്ന് ഒരു പാഠം ജനറലായിട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്കൊരു നെഗറ്റീവ് കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ തളർന്നു പോവാതെ ഇത് പക്ഷേ ഇത് നല്ലതിന് വേണ്ടി ആയിരിക്കും എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും ഇത്തരം പോസിറ്റീവ് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. അല്ല, ഈ കോവിഡ് സമയത്ത് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് കേട്ടോ. പോലെ കോവിഡ് വന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അല്ലേ? അത്തരത്തിലുള്ള ഈ പി കിറ്റ് ഉണ്ടാക്കുന്നവരും മാസ്ക് ഉണ്ടാക്കുന്നവരും ഒരുപാട് ഹോസ്പിറ്റാലിറ്റി നന്നായിട്ട് അത് ഹോസ്പിറ്റാലിറ്റി ബാധിച്ചു. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം അത് പോസിറ്റീവായിട്ട് ബാധിച്ചു എന്നുള്ളത്. ഇതും ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് എന്റെ ടീമിന്റെ ഒരു ക്രെഡിറ്റ് ആണ്. അതായത് എല്ലാം റീഓപ്പൺ ചെയ്തപ്പോ നമുക്ക് ഒരുപാട് യൂറോപ്യൻ സ്റ്റാഫുകൾ യൂസ് ചെയ്തു. അത് കോവിഡ് മാത്രമല്ല, ബ്രെക്സിറ്റും കാരണം. പൊതുവെ നമ്മുടെ ഹോട്ടൽസിലൊക്കെ റൂംസ് ഒക്കെ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത് ഈസ്റ്റേൺ യൂറോപ്യൻ റൊമാനിയൻസും പോളിഷൊക്കെ അവരൊക്കെ അവരെ നാട്ടിലോട്ട് തിരിച്ചുപോയി. അപ്പൊ റൂംസ് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, നമുക്ക് കസ്റ്റമേഴ്സിന് സെല് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അന്നും ഈ മലയാളി ഗ്രാജുവേറ്റ്സ്, MBA ഗ്രാജുവേറ്റ്സ് അവര് മുന്നോട്ട് വന്ന് അവരെന്നെ ക്ലീനിങ് ഏറ്റെടുക്കും. പേരിന് ഞാൻ അവരോട് പറയായിരുന്നു, വളരെ 20-30% റൂംസ് ഓപ്പൺ ചെയ്താൽ മതി, കൂടുതൽ ഓപ്പൺ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അവര് മാക്സിമം ക്ലീൻ ചെയ്ത് അവരെന്നെ സെല് ചെയ്യും. അപ്പൊ അതൊക്കെ ഇപ്പൊ ഞാൻ സക്സസ് ആയി എന്നുള്ളത് പറയുമ്പോഴും അതിനകത്ത് ഭയങ്കര ഒരു ടീം എഫേർട്ട് ഉണ്ടായിരുന്നു. അത് ഭാഗ്യമാണ്. കാരണം നമ്മളിപ്പോ നമുക്ക് ഐഡിയാസ് പറയാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും അല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ കൂടെ നിൽക്കുന്നവര് ടീം നന്നായാൽ മാത്രമേ ആർക്കും സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഞാനൊരു ബോസ് എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അങ്ങനെ പെരുമാറില്ല. അവരെ കൂടെ നിന്ന് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യും. ഏതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണെങ്കിൽ പോലും ഞാൻ എല്ലാ ടീമിനെയും വിളിച്ചിരുത്തിയിട്ട് അവരുടെ സജഷനും കൂടി ചോദിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുള്ളൂ. ഫൈനൽ ഡിസിഷൻ എന്റെ ആയിരിക്കും. ബട്ട് അവർക്ക് അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഒരു ഫീലിങ്സ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഭംഗിയായിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നു എന്ന് പുറത്തു നിന്ന് നോക്കുന്ന ഒരാളെന്ന് തോന്നും. പക്ഷേ ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യുന്നോണ്ടാവണമല്ലോ. ലീഡർഷിപ്പ് വേണം. ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ഒരൊറ്റ ആൾക്ക് ലീഡർ ആവാൻ പറ്റും. ഒരു ഷിപ്പിൽ ഒരു ക്യാപ്റ്റനെ പാടുള്ളൂ, അല്ലെങ്കിൽ അത് താഴ്ന്നു പറ്റും. പക്ഷെ എല്ലാരും ഒന്നിച്ചിട്ടുള്ള ഒരു ടീം പ്ലേ ആവുമ്പോൾ അതിനായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. ഓക്കെ, ഏതായാലും 2001 മുതൽ ഇപ്പൊ 2026 ആയിരിക്കുന്നു. ഈ 25 വർഷം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും അടുത്തത്? നമുക്ക് ഞാൻ 2-3 വർഷം മുമ്പ് ട്രൈ ചെയ്തായിരുന്നു ഇന്റർനാഷണലി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇപ്പത്തെ ഒരു എൻവയോൺമെന്റിൽ അതിനെ പറ്റി ആലോചിക്കുന്ന പോലുമില്ല. കാരണം എസ്പെഷ്യലി ദുബായ്, സൗദി ആ ഏരിയയിലൊക്കെ നമുക്ക് ഹോട്ടൽസ് എടുക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ചിലപ്പോ ആ ഇൻഡസ്ട്രി ഒന്ന് വിട്ടിട്ടല്ല, അതിന്റെ കൂടെ തന്നെ വേറൊരു മേഖലയിലോട്ട് തിരിയണമെന്നുണ്ട്. അപ്പോ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരുപാട് വർക്കുകളും അതിന്റെ ഭാരം ഒന്ന് വേറെ കുറെ ആൾക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം ഇപ്പൊ എപ്പോഴും ജനറൽ മാനേജറായിട്ടും ഏരിയ ജനറൽ മാനേജറായിട്ടും അല്ലെങ്കിൽ F&B ഡയറക്ടറായിട്ടും നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കഴിഞ്ഞ 3-4 വർഷത്തില് അവർക്ക് ഗ്രോ ചെയ്യണ്ടേ. അവർക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ ടാസ്കുകൾ അവരെ ഏൽപ്പിച്ചേ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഡെലിഗേഷൻ പ്രോസസ്സിൽ കൂടിയാണ് ഞാൻ. അപ്പൊ ഞാനൊരു ബാക്ക് സീറ്റ് എടുത്ത് കുറെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഫൈനാൻസ് ആണെങ്കിലും ബാക്കിയുള്ളാണെങ്കിലും അവരെ ഏൽപ്പിക്കുക. എന്നിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും അതും നിർബന്ധമാണ്. കാരണം അത് ബാലൻസ് ചെയ്യുന്നത് വളരെ കഴിഞ്ഞ ഒരു 18 വർഷം ഞാൻ കൂടുതലും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യായിരുന്നു. വൈഫ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കി. പക്ഷെ ഇനി ഞാനും കൂടെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എനിക്ക്. ഓക്കെ, അതിപ്പോ അനൂപിന്റെ ലൈഫ് സ്റ്റോറി നോക്കിക്കഴിഞ്ഞാല്
ഇപ്പൊ പലരും സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവർക്കൊക്കെ നെഗറ്റീവായിട്ടൊരു തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഹാർഡ് വർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 മണിക്കൂർ വർക്ക് ചെയ്യുക, വീട്ടിൽ പോയിട്ടിരിക്കുക, എന്നിട്ട് വേറെ വല്ല പരിപാടികളും ചെയ്യുക വേണം. വർക്ക് ലൈഫ് ബാലൻസ് വേണം, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മള് ഇൻവോൾവ് ചെയ്തിട്ടുള്ള മേഖലയെ അതിലാണ് പാഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പാർട്ട് ടൈമിനോ അല്ലെങ്കിൽ ടൈം പാസിനോ വേണ്ടിയിട്ട് വരുന്ന കാര്യം ഞാൻ പറയുന്നത്, അവിടെയാണ് കരിയർ ബിൽഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി തീർച്ചയായും പഠിക്കേണ്ട വേണം. അത് സ്വയം സമയം കണ്ടെത്തിയിട്ടായിരിക്കണം പഠിക്കേണ്ടത്. അത് 8 മണിക്കൂർ ജോലി ചെയ്യൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. വീട്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന ടൈമിൽ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ റോള് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്യുന്ന പോലെ ഓക്കെ ഭംഗിയായിട്ട് നടക്കുന്നു, ഒരു കംപ്ലൈന്റും ഇല്ല, കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റും ഇല്ല, നന്നായിട്ട് ഞാൻ ഫുഡ് കുക്ക് ചെയ്യുന്നു, നന്നായിട്ട് ഞാൻ സെർവ് ചെയ്യുന്നു, നന്നായിട്ട് ഞാൻ ചെക്ക് ഇൻ ചെയ്യുന്നു റൂമിൽ. പക്ഷെ കൂടുതൽ ഔട്ട്സൈഡ് ദ ബോക്സ് പോയി നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ റോള് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ ആലോചിക്കണം. അല്ലാതെ ഇപ്പൊ നമുക്ക് ഏത് സക്സസ്ഫുൾ മാൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അവര് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്, ഇല്ലേ? നമ്മളിപ്പോ 8 മണിക്കൂർ വർക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആരും ആ ഒരു ലെവലിലേക്ക് വന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ലല്ല, അത് ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ അത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു 8 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മേഖല ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷെ അവരെ ഭാഗത്ത് നോക്കുമ്പോഴും ഇപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 18 വർഷത്തില്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ സക്സസ് ആയിരുന്നായിരിക്കും. പക്ഷെ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൺഡേ ടു ഫ്രൈഡേ അവർക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ്സ് അല്ലെങ്കിൽ വീക്കെൻഡ്സ് അവർക്ക് നിർബന്ധമായിട്ട് ഓഫ് വേണം. ചിലപ്പോൾ അവര് ശരിയായിരിക്കാം. കാരണം കുറെ നമ്മള് ഈ പിന്നെ ഫാമിലിക്ക് വേണ്ടി സ്വയം ടൈം കണ്ടെത്താതെയും ഫാമിലിക്ക് ടൈം കിട്ടാതെയും ഒരുപാട് ഏൺ ചെയ്തിട്ടോ സമ്പാദിച്ചിട്ടോ കാര്യമില്ല എന്നുള്ള ഒരു വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ വന്നു കഴിഞ്ഞാല് ഇപ്പൊ അനൂപിനെ കാണുന്നു, എനിക്ക് നാളെ അനൂപിനെ പോലെ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താങ്കളുടെ 25 വർഷത്തെ കഷ്ടപ്പാടുകൊണ്ടാണ് താങ്കളിവിടെ ഇരിക്കുന്നത്, അല്ലേ? സത്യമാണ്. പക്ഷെ അപ്പോഴും അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ചിലരുണ്ടാവും ചിലപ്പോ അതിന് നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുന്നതും, ഒരു ബിസിനസ്മാൻ ഇത്രയും കാര്യങ്ങൾ ഓടി നടക്കുമ്പോൾ എന്തൊരു സ്ട്രെസ്സാണ്, എങ്ങനെയാണ് ആ മനുഷ്യൻ ഉറങ്ങുന്നത്, പിന്നെ രാത്രി 12 മണിക്ക് ഇമെയിൽ അയക്കുന്നു, രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് റിപ്പോർട്ടിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എനിക്കൊന്നും പറ്റില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷെ കൂടുതലായിട്ടും ആൾക്കാർ ഇപ്പൊ എല്ലാരും പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്നതൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു സക്സസ്ഫുൾ ആവാൻ വേണ്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വയം ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു സെൽഫ് ആയിട്ട് ഒന്ന് പഠിച്ച് ആ മേഖലയിൽ അവർ കഴിവ് തെളിയിക്കണം എന്നാണ് എന്റെ. അല്ല, ഇപ്പൊ ഈ കുറച്ചുപേര് ഇങ്ങനെ ലേസി ആയിട്ട് നടക്കുന്ന ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ഒക്കെ ഓടത്തുള്ളൂ. അതെ, അത് കറക്റ്റ് ആണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ വരണം ഈവനിങ്സിലും വീക്കെൻഡ്സിലൊക്കെ. പക്ഷെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ തീരെ പ്രൈവറ്റ് ലൈഫ് ഇല്ലാത്തൊരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി. കാരണം ഇപ്പോ ഈവനിങ്സ് ആണെങ്കിലും വീക്കെൻഡ്സ് ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് ഹോളിഡേ, ഈസ്റ്റർ എന്ത് വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്ന ടൈമില് അതെ നമ്മൾ വർക്ക് ചെയ്തിട്ട് അവർ എൻജോയ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഒരു പ്രൈവറ്റ് ലൈഫ് ഇല്ലാത്ത ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി. അല്ല, എനിക്കത് ശരിക്കും മനസ്സിലാവുന്നതുകൊണ്ടാണ് എനിക്ക് അനൂപിനെ ഇന്റർവ്യൂ ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് തോന്നുന്നത്. കാരണം ഞാനും പല പല ബിസിനസ്സും അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്കുള്ള നമുക്ക് ഈ 8 മണിക്കൂറോ 16 മണിക്കൂറോ നമുക്കറിയത്തില്ല എത്ര അവേഴ്സാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. എന്റെ മാനേജേഴ്സ് ആണെങ്കിലും 8 മണിക്കൂറിലൊന്നും ആരും ജോലി തീരില്ല. കാരണം ഒരു ഗസ്റ്റ് 9:30 നമ്മള് റെസ്റ്റോറന്റ് നമ്മള് ലാസ്റ്റ് സെർവിങ് ആണെങ്കിലും ഒരു ഗസ്റ്റ് ഒരു 10-10:30 ആകുമ്പോഴും പോയിട്ടില്ലെങ്കിൽ സ്റ്റാഫ് പോയിട്ട് പോണെന്ന് പറയില്ല. അവരുടെ അടുത്ത് പോയിട്ട് ഇനി എന്തെങ്കിലും വേണമെന്നുള്ള ചോദിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ റിസപ്ഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എല്ലാവരും കിച്ചണിലെ ഷെഫ്മാരാണെങ്കിലും അവര് 9:30 കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന പരിപാടി ഒന്നുമില്ല. ഒക്കെ
കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് റിവ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലൈൻ റിവ്യൂസ് ഓൺലൈൻ റിവ്യൂസ് അപ്പോൾ എല്ലാം നമ്മൾ ചെയ്തിട്ടും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ കസ്റ്റമേഴ്സ് അത് കസ്റ്റമേഴ്സ് പറയില്ലേ, അവര് അത് ചെയ്യും. ഹോസ്പിറ്റാലിറ്റി അപ്പൊ റിവ്യൂസ് കണ്ടിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ വരണോന്നോ ഈ ഹോട്ടലില് താമസിക്കണമെന്നും കസ്റ്റമേഴ്സ് തീരുമാനിക്കുക. നമ്മൾ എത്ര ഫെസിലിറ്റീസ് കൊടുത്തിട്ടും പ്രൈസിങ് ഇതാക്കിയിട്ടും കാര്യമില്ല. മോർ ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളുടെ ആനന്ദ് TV ഫിലിം അവാർഡ്സ് ഇവിടെ നടക്കുന്ന കാര്യം അറിയാമോ? വളരെ. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വന്നിട്ടുള്ള ആളല്ലേ. അതെ അതെ. ഇത്തവണ അനൂപ് ഇവിടെ ഒരു ഡിന്നർ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അതും ഇത്രയും വിശാലമായ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് നമുക്കൊരു ഡിന്നർ ഓഫർ ചെയ്യുന്നു. അവരോട് വരുന്ന ഡിന്നർ വരുന്നു. നമ്മൾ ക്ഷണിക്കപ്പെട്ട കുറച്ച് ആൾക്കാരും അനൂപ് ക്ഷണിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? അല്ല, അത് സത്യം പറഞ്ഞാൽ ശ്രീകുമാരേട്ടനോട് എനിക്ക് നന്ദി പറയുന്നത്. പിന്നെ ജോസേട്ടനോടും നിങ്ങൾ രണ്ടുപേരാണ് ഇതിന് നമ്മൾ സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. എനിക്ക് കല വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് സിനിമ മാത്രമല്ല, പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും അത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് UK വരുമ്പോൾ നമുക്കതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഇവരൊക്കെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂട്ടി ഒരു എക്സ്ക്ലൂസീവ് ഈവനിങ് എന്നുള്ള രീതിയിൽ കലയെ പറ്റിയും സിനിമയെ പറ്റി സംസാരിക്കലും അവരോടൊക്കെ അടുത്ത് പരിചയപ്പെടലും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. വെറുതെ ഒരു ഈവന്റ് പോലെ അല്ലെങ്കിൽ ടിക്കറ്റ് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവന്റ് പോലെയല്ല ഈ വരുന്ന നടന്മാർക്കും നടിമാർക്കും ഒക്കെ നല്ലൊരു വെൽക്കം കൊടുക്കുക. UK പറ്റി UK എന്തൊക്കെ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു അജണ്ട കൂടി ഇതിന്റെ ഭാഗത്തുണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഓൾറെഡി അതിന്റെ പ്ലാനിങ്ങിലാണ്. അതിന്റെ മാക്സിമം ലെവലില് ഞങ്ങൾ അത് നന്നാക്കാൻ ശ്രമിക്കും. അതിനായിട്ടൊരു ടീം ഓൾറെഡി രംഗത്തുണ്ട്. ഈ ഇവന്റ് തുടക്കം മുതൽ അവസാനം വരെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സക്സസ്ഫുൾ ഇവന്റ് ആക്കണം. അറിയാമല്ലോ, ഞാൻ ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മാത്രമല്ല, ഇത് 5ാമത്തെ തവണയാണ്. അപ്പൊ നമുക്കും ഈ കലയോടുള്ള ഒരു ഒടുങ്ങാത്ത പാഷനാണ്. പിന്നെ അല്ലെങ്കിൽ വേറെ നമുക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറി സമയം കണ്ടെത്തി ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിനോട് വന്നതിന് ശേഷം അവരെയൊക്കെ കംഫർട്ടബിൾ ആക്കണം. അല്ല, തീർച്ചയായിട്ടും. അപ്പൊ അവർക്കുള്ള ഫെസിലിറ്റീസും എല്ലാം നമ്മൾ ആ സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണ്ടേ. ഞാൻ ചെയ്യുന്നത് വെറും ഒരു 2-3 മണിക്കൂറിന്റെ കാര്യത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. അതിനും ശ്രീകുമാറിന്റെ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ശ്രീകുമാർ ഇപ്പൊ 4-5ാമത്തെ വർഷമാണ് ചെയ്യുന്നത്. അതെ, ഇത്രയും ആൾക്കാരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അനൂപ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കലയോടും ഈ ആർട്ടിനോടും നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോടുമുള്ള ഒരു പ്രത്യേക ബഹുമാനവും ആദരവുമാണ്. അതാണ് ഇതിന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അല്ലാതെ ഇതില് കാശുണ്ടാക്കാൻ പറ്റിയ ബിസിനസ് അല്ലല്ലോ. ഇതിനായിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണം. അത് സെക്കൻഡറി ആണ്. പാഷനും അല്ലെങ്കിൽ പിന്നെ ഈ കലയോടുള്ള ഒരു ഇൻട്രസ്റ്റുമാണ് ഇതിന്റെ പ്രധാനം. ഡ്രൈവ് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. പിന്നെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഈവനെങ്കിലും ആയാൽ സന്തോഷം. പക്ഷെ ഇത് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇവരൊക്കെ നേരിട്ട് കാണണം എന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു സന്തോഷമാണ്. എന്റെ സ്റ്റാഫ് എന്നെ എക്സൈറ്റഡ് ആണ്. ഇവരൊക്കെ ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അവരൊക്കെ എക്സൈറ്റഡ് ആണ്. ഇവരൊക്കെ അപ്പൊ കാണാൻ പറ്റുന്നുള്ളല്ലേ, ഇവരൊക്കെ സെർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് ഞാൻ ചേട്ടനോട് വളരെ താങ്ക്സ് ഞാൻ പറയാണ്. കാരണം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ഫാൻസിനെ പ്രസക്തി താരൊക്കെ താമസിച്ച് 4-5 ദിവസമൊക്കെ ഇവിടെ നിന്നിട്ടാണ് പോയിട്ടുള്ളത്. അതേപോലെ ദിലീഷ് പോത്തൻ അവരൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും കൂടുതൽ ആർട്ടിസ്റ്റുകൾ വരുന്നതും അവരൊരു ആഹാരം കഴിക്കുന്നു, സന്തോഷമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ അവരുടെ പെർഫോമൻസ് ഒന്നുമില്ല. പക്ഷെ അവരുമായിട്ട് നമ്മൾ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നുള്ള വരുന്ന ആൾക്കാർക്ക് നല്ല കംഫർട്ടബിൾ ഉള്ള രീതിയിലാണ് നമ്മൾ ജോലിയായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് സന്തോഷമായിട്ട് ഒരു ആഹാരം കഴിക്കുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു, പോകുന്നു.
കൂടുതൽ നമ്മൾ വലിയൊരു ക്രൗഡ് ഒന്നും നമ്മൾ ഇല്ല, പ്രതീക്ഷിക്കുന്നില്ല, ഇല്ല. നമ്മൾ തിക്കും തിരക്കൊന്നുമില്ല, എല്ലാവരും നല്ല കംഫർട്ടബിൾ ആവും. ഓക്കെ. ഏതായാലും ഇങ്ങനെ ഒരു ഓഫർ തന്നതിനും ഞങ്ങളുടെ ആനന്ദ് TV ഫിലിം അവാർഡിന്റെ പേരിൽ അനൂപിന് നന്ദി പറയാണ്. താങ്ക് യു. തിരിച്ചങ്ങോട്ടും നന്ദി പറയാം, ഇവിടെ വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യാനും കാണിച്ച സന്മാനിച്ച നന്ദി. അതുപോലെ ഈ ആനന്ദ് TV അവാർഡ്സിന്റെ ഹോസ്പിറ്റാലിറ്റി പാർട്ണറായിട്ട് ബ്രില്യൻ ഹോട്ടൽസ് ഗ്രൂപ്പിനെ നിശ്ചയിച്ചതിനും വളരെ നന്ദി. അല്ല, തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ, സമൂഹം വളരണം. നമ്മൾ എവിടെ പോയാലും നമ്മളുടെ കമ്മ്യൂണിറ്റി എത്രത്തോളം വളരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് അത്രയധികം സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ തേടി പിടിച്ചു വരുന്നത്, ഇല്ലേ? ഏതായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തതിന് ആനന്ദ് TVയുടെ പേരിൽ